ഹായ്, വെൽക്കം ടു ഷൈൻസ് യാൺ ആർട്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതുപോലത്തെ ബോൾ ഹാങ്ങിങ് ആണ്. ആദ്യം നമ്മൾ നോക്കുന്നത് ബോൾ എങ്ങനെ ചെയ്യേണ്ടതെന്നാണ് ആദ്യം നോക്കുന്നത്. ബോൾസ് ചെയ്ത് കഴിഞ്ഞിട്ട് യാണിൽ നമ്മൾ ബോൾസിനെ ഇതുപോലെ കോർത്തെടുക്കും. ഇതാണ് ബോൾ ഹാങ്ങിങ്. ഇത് നമുക്ക് വാൾ ഡെക്കറേഷൻ ആയിട്ട് യൂസ് ചെയ്യാം. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഡെക്കറേഷൻ ഐറ്റംസിൽ യൂസ് ചെയ്യാം. ബോൾ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആമിഗുരുമിയുടെ ബേസിക് സ്റ്റിച്ചസ് ഒക്കെ പഠിച്ചിരിക്കും. ആ ആമിഗുരുമി ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 3 സ്റ്റിച്ചസ് ഉണ്ട്. ഫസ്റ്റ് ബേസിക് സ്റ്റിച്ചസ് ആയ സിംഗിൾ ക്രൂഷ്യ, നെക്സ്റ്റ് സിംഗിൾ ക്രൂഷ്യ ഇൻക്രീസ്, സിംഗിൾ ക്രൂഷ്യ ഡിക്രീസ്. സ്റ്റിച്ച് ഇൻക്രീസ് ചെയ്യുന്നതും സ്റ്റിച്ച് ഡിക്രീസ് ചെയ്യുന്നതും, അതായത് സിംഗിൾ ക്രൂഷ്യ ഇൻക്രീസ് ചെയ്യുന്നതും സിംഗിൾ ക്രൂഷ്യ ഡിക്രീസ് ചെയ്യുന്നതുമാണ് ആമിഗുരുമി ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സ്റ്റിച്ചസ്. അപ്പോൾ ആദ്യം നമുക്ക് ആമിഗുരുമി ചെയ്യുന്നതിന് മുന്നേ ഇതുപോലത്തെ ചെറിയ ചെറിയ ബോൾസ് ചെയ്ത് പഠിക്കാവുന്നതാണ്. പിന്നെ ബോളിനെ നമ്മൾ അതുപോലെ ഫൈബർ ഫില്ല് ചെയ്ത്, അതായത് പോളി ഫൈബർ ഫില്ല് ചെയ്തിട്ടാണ് ഷേപ്പ് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഈ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഷേപ്പ് ചെയ്ത് ഫില്ല് ചെയ്ത് ഷേപ്പ് ചെയ്താണ് എടുക്കുന്നത് കേട്ടോ. ആദ്യം ഇതുപോലത്തെ ബോൾസ് ചെയ്ത് പഠിക്കുക. ബോൾസ് ചെയ്ത് പഠിച്ചിട്ട് ചെറിയ ചെറിയ പ്രോജക്ട്സിലോട്ട് പോയാൽ മതിയാകും. ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ടായിരിക്കും നോക്കുന്നത് ബോൾ ചെയ്യുന്നത്. അപ്പോൾ ബോൾ ചെയ്യാനുള്ള ചെറിയ ചെറിയ ടിപ്സും ട്രിക്സും ഒക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നോക്കണം കേട്ടോ. ഈ ബോൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആമിഗുരുമി ചെയ്യാനായിട്ടുള്ള ഒരു ഐഡിയയും കൂടി കിട്ടും. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്ക് ആൻഡ് കമന്റ് കൂടി ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്കിനി ബോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാൻ പോകാം. ബോൾ 2 സൈസസ് ബോളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇത് 2 mm സൈസ് ഹുക്ക് യൂസ് ചെയ്ത ബോളാണ്. ഇത് 2.5 mm സൈസ് ഹുക്ക് യൂസ് ചെയ്ത ബോളാണ്. സൈസസിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇത് കുറച്ച് ചെറുതാണ്, ഇത് കുറച്ച് വലുതാണ്. സൈസ് കമ്പയർ ചെയ്യുമ്പോൾ 4 പ്ലേ ആണ് യൂസ് ചെയ്ത് തന്നെ നമുക്ക് ഡിഫറെൻറ്റ് സൈസസിൽ ഹുക്ക് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഡിഫറെൻറ്റ് സൈസസ് ഹുക്ക് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് സൈസസിലുള്ള ബോൾ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതേപോലെ സെയിം സൈസ് ഹുക്ക് യൂസ് ചെയ്ത് ഡിഫറെൻറ്റ് പ്ലൈ യാണ് യൂസ് ചെയ്യുവാണെങ്കിലും നമുക്ക് ഡിഫറെൻറ്റ് സൈസസിലുള്ള ബോൾസ് കിട്ടുന്നതാണ്. അപ്പം ഞാനിവിടെ സെയിം 4 പ്ലൈ യാണിൽ ഡിഫറെൻറ്റ് സൈസ് ഹുക്ക് യൂസ് ചെയ്താണ് ചെയ്തിട്ടുള്ളത്. ആമിഗുരുമിയുടെ ബേസിക് സ്റ്റിച്ചസ് ആണ് ഞാനിന്ന് ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. ഈ ബോൾ ചെയ്ത് പഠിച്ചാലേ നമുക്ക് ആമിഗുരുമി ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ബോൾ ചെയ്ത് തുടങ്ങാം. ആദ്യം നമുക്ക് ബോൾസ് ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് യാണാണ്. 4 പ്ലൈ കോട്ടൺ യാണാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് വേണ്ടത് ഒരു ഹുക്കാണ്. 3 mm സൈസ് ഹുക്കാണ് എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് വേണ്ടത് സ്റ്റിച്ച് മാർക്കർ. നെക്സ്റ്റ് വേണ്ടത് ഒരു സിസർ. നെക്സ്റ്റ് വേണ്ടത് യാൺ നീഡിൽ. ലാസ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് പോളി ഫൈബർ ആണ്. ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്കിത് വേണ്ടത്. മസ്റ്റ് ആയിട്ട് വേണം. അപ്പോൾ ഇത്രയും തിങ്സ് ആണ് നമുക്കിപ്പോൾ ബോൾസ് ചെയ്യാനായിട്ട് വേണ്ടത്. ആദ്യം യാൺ എടുക്കുക. യാൺ എടുത്തിട്ട് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് മാജിക് റിംഗ് ആണ്. മാജിക് റിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. എല്ലാവരും പോയി നോക്കണം കേട്ടോ. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ മാജിക് റിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പഠിച്ചിട്ട് ഇത് ബോൾ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഫസ്റ്റ് നമുക്ക് മാജിക് റിംഗ് ചെയ്യാം. ചെയ്തിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാണ് വലിച്ചെടുത്ത് ഫസ്റ്റ് ഒരു നോട്ട് ഇടുക. സ്റ്റിച്ച് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, റിങ് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നോട്ട് ഇടുന്നത്. അപ്പോൾ നമ്മൾ മാജിക് റിങ് ചെയ്തിട്ടുണ്ട്. ഈ മാജിക് റിങ്ങിനുള്ളിൽ നമ്മളിനി ചെയ്യാൻ പോകുന്നത് സിംഗിൾ ക്രൂഷ്യയാണ്. ഫസ്റ്റ് റൗണ്ട് ചെയ്യാൻ പോകുന്നത് സിംഗിൾ ക്രൂഷ്യയാണ്. സിംഗിൾ ക്രൂഷ്യ ചെയ്യുന്ന വീഡിയോയും ഞാൻ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. അപ്പോൾ ഈ റിങ്ങിനുള്ളിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് 6 സിംഗിൾ ക്രൂഷ്യയാണ്. 6 സിംഗിൾ ക്രൂഷ്യ. ഫസ്റ്റ് ഹുക്കിനെ റിങ്ങിനുള്ളിൽ ഇൻസേർട്ട് ചെയ്ത്
യാൺ വലിച്ച് റിങ്ങിനുള്ളിൽ കൂടി എടുക്കണം. ഇപ്പോൾ നമ്മുടെ ഹുക്കിൽ 2 ലൂപ്സ് ഉണ്ട്, 1 2. ഈ 2 ലൂപ്പിനുള്ളിൽ കൂടിയും വീണ്ടും യാണിനെ വലിച്ച് ഈ 2 ലൂപ്പിനുള്ളിൽ കൂടിയും പുറത്തെടുക്കണം. ഇതാണ് സിംഗിൾ ക്രൂഷ്യ. സിംഗിൾ ക്രൂഷ്യ ചെയ്യുന്ന ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഫസ്റ്റ് പറഞ്ഞു പോയത്. ഇനി ഫസ്റ്റ് സിംഗിൾ ക്രൂഷ്യ ചെയ്ത് ഇനി 5 സിംഗിൾ ക്രൂഷ്യ കൂടി ചെയ്യണം. 2 3 4 5 6 സിംഗിൾ ക്രൂഷ്യ ചെയ്തു. 6 സിംഗിൾ ക്രൂഷ്യ ചെയ്തിട്ട് ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് ഈ റിങ്ങിനെ ക്ലോസ് ചെയ്യേണ്ടതാണ്. ആദ്യം ടെയിൽ സൈഡിനെ പിടിച്ച് വലിക്കുക. ടെയിൽ സൈഡിനെ പിടിച്ചിങ്ങനെ വലിക്കുമ്പോഴത്തേക്ക് റിങ് ക്ലോസ് ആകും. നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് വേണം വലിക്കാനായിട്ട്. നല്ലതുപോലെ വലിച്ച് റിങ്ങിനെ ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്തിട്ട് ഫസ്റ്റ് റൗണ്ടിനെ നമ്മളിവിടെ ക്ലോസ് ചെയ്യുന്നില്ല. സ്ലിപ്പ് സ്റ്റിച്ച് യൂസ് ചെയ്ത് ക്ലോസ് ചെയ്യാതെ സ്പൈറൽ റൗണ്ട് ആയിട്ടാണ് ചെയ്തിട്ട് പോകുന്നത്. അപ്പോൾ കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് സെക്കൻഡ് റൗണ്ട് കണ്ടിന്യൂ ചെയ്യാം. ഫസ്റ്റ് റൗണ്ട് ക്ലോസ് ചെയ്യണ്ട. ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ എന്താണ് ചെയ്തത്? 6 സിംഗിൾ ക്രൂഷ്യയാണ് ചെയ്തത്. നെക്സ്റ്റ് റൗണ്ട് സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് 12 സിംഗിൾ ക്രൂഷ്യയാണ്. സിംഗിൾ ക്രൂഷ്യ ഇൻക്രീസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 6 സിംഗിൾ ക്രൂഷ്യനെ 12 സിംഗിൾ ക്രൂഷ്യ ആയിട്ട് മാറ്റുന്നു. അപ്പോൾ നെക്സ്റ്റ് റൗണ്ടിൽ 12 സിംഗിൾ ക്രൂഷ്യ ഇൻക്രീസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഓരോരോ 6 സ്റ്റിച്ചസിലും സിംഗിൾ ക്രൂഷ്യ ഇൻക്രീസ് ചെയ്ത് 12 സിംഗിൾ ക്രൂഷ്യ ആക്കി ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സിംഗിൾ ക്രൂഷ്യയിൽ 2 ലൂപ്പിലും കൂടി ചേർത്ത് ഒരു സ്റ്റിച്ച് ഇടാം. സിംഗിൾ ക്രൂഷ്യ ചെയ്യാം. ഇത് നമ്മുടെ സെക്കൻഡ് റൗണ്ടിലെ ഫസ്റ്റ് സിംഗിൾ ക്രൂഷ്യ ആണ്. ഫസ്റ്റ് സിംഗിൾ ക്രൂഷ്യയിൽ ഒരു സിംഗിൾ ക്രൂഷ്യ ഇട്ടിട്ട് സ്റ്റിച്ച് മാർക്കർ എടുക്കണം, അല്ലെങ്കിൽ സ്റ്റിച്ച് തെറ്റിപ്പോവും. സ്റ്റിച്ച് തെറ്റാതിരിക്കാൻ വേണ്ടി സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്യാം. സ്റ്റിച്ച് മാർക്കർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് യാണ് തന്നെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ, മാർക്ക് ചെയ്യാനായിട്ട്. സ്റ്റിച്ച് മാർക്കർ എടുത്തിട്ട് മാർക്ക് ചെയ്ത് വയ്ക്കാം. സെക്കൻഡ് റൗണ്ടിന്റെ ഫസ്റ്റ് സിംഗിൾ ക്രൂഷ്യ. ഈ സെയിം സ്റ്റിച്ചിൽ തന്നെ വീണ്ടും ഒരു സിംഗിൾ ക്രൂഷ്യ ചെയ്യണം. അതാണ് സിംഗിൾ ക്രൂഷ്യ ഇൻക്രീസ്. സെയിം സ്റ്റിച്ചിൽ തന്നെ വീണ്ടും ഒരു സിംഗിൾ ക്രൂഷ്യ ചെയ്യണം. ഫസ്റ്റ് സിംഗിൾ ക്രൂഷ്യ ചെയ്തു. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് ബാക്ക് ലൂപ്പിൽ വേണം നെക്സ്റ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഇങ്ങനെ സെയിം ലൂപ്പിൽ 2 ലൂപ്പിലും കൂടി ചേർത്ത് നമുക്ക് സ്റ്റിച്ച് ഇടാം. പക്ഷെ ഒരു ഫിനിഷിങ് കിട്ടില്ല. അവിടെ ഒരു ഹോള് കാണുന്നുണ്ടോ? ഇങ്ങനെ ഒരു ഹോള് കാണും. നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓരോരോ റൗണ്ടിലും ചെറിയ ചെറിയ ഹോള് കാണും. അങ്ങനെ ഹോള് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബാക്ക് ലൂപ്പിൽ കൂടി ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റിച്ച് സെക്കൻഡ് സ്റ്റിച്ച് ബാക്ക് ലൂപ്പിൽ ചെയ്യുന്നത്. ബാക്ക് ലൂപ്പിൽ ഒരു സിംഗിൾ ക്രൂഷ്യ. അപ്പോൾ ഫസ്റ്റ് ബാക്ക് ലൂപ്പിൽ ഒരു സിംഗിൾ ക്രൂഷ്യ. അപ്പോൾ സെയിം സ്റ്റിച്ചിൽ തന്നെ 2 സിംഗിൾ ക്രൂഷ്യ ആയി. കണ്ടോ, സെയിം സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രൂഷ്യ ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രൂഷ്യ. ഈ സെക്കൻഡ് റൗണ്ടിൽ ഓരോരോ സ്റ്റിച്ചിലും നമ്മൾ 2 സിംഗിൾ ക്രൂഷ്യയാണ് ചെയ്യുന്നത്. സിംഗിൾ ക്രൂഷ്യ ഇൻക്രീസ്. അപ്പോൾ സെക്കൻഡ് സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രൂഷ്യ ഞാൻ ചെയ്യുന്നത് 2 ലൂപ്പിൽ കൂടിയും ചേർത്തല്ല ചെയ്യുന്നത്. ഇവിടെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ആദ്യം ചെയ്യുന്നത് ബാക്ക് ലൂപ്പിൽ മാത്രം, ഒരു സിംഗിൾ ക്രൂഷ്യ ചെയ്യുന്നത് ബാക്ക് ലൂപ്പിൽ മാത്രം ചെയ്യുക. നെക്സ്റ്റ് സിംഗിൾ ക്രൂഷ്യ വന്ന് ഫ്രണ്ട് ലൂപ്പിൽ ചെയ്യാം. അപ്പോൾ ഫ്രണ്ട് ലൂപ്പ് ഏതാ ബാക്ക് ലൂപ്പ് ഏതാന്ന് അറിഞ്ഞുകൂടാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം, കൺഫ്യൂസ് ആകണ്ട. നമ്മുടെ ഇത് രണ്ടും ഒരു ലൂപ്പാണ്. ഈ ലൂപ്പ് ചേർന്നിട്ടാണ് സിംഗിൾ ക്രൂഷ്യ ആയിട്ടുള്ളത്, സ്റ്റിച്ച് ആയിട്ടുള്ളത്. ഈ 2 ലൂപ്പ് ചേർന്നിട്ടാണ് സ്റ്റിച്ച് ആയിട്ടുള്ളത്. ഇത് വന്ന് നമ്മളെ ഫേസ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് ലൂപ്പ്, ബാക്കിലുള്ളത് ഈ ബാക്ക് ലൂപ്പ്. ഇത് ഫ്രണ്ട് ലൂപ്പ്, ഇത് ബാക്ക് ലൂപ്പ്. അതായത് ഈ ലൂപ്പിൻ്റെ ഈ 2 ലൂപ്പിൻ്റെയും ഫ്രണ്ട് നമ്മളെ ഫേസ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് ലൂപ്പും ബാക്കിലുള്ളത് ബാക്ക് ലൂപ്പുമാണ്. ഇത് ബാക്ക് ലൂപ്പുമാണ്. അപ്പോൾ ആദ്യം സിംഗിൾ ക്രൂഷ്യ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ബാക്ക് ലൂപ്പിൽ സ്റ്റിച്ച് ചെയ്യാം, സിംഗിൾ ക്രൂഷ്യ. നെക്സ്റ്റ് ഫ്രണ്ട് ലൂപ്പിൽ സിംഗിൾ ക്രൂഷ്യ. അപ്പോൾ സെയിം സ്റ്റിച്ചിൽ തന്നെ 2 സിംഗിൾ ക്രൂഷ്യ ചെയ്യും. ഞാൻ ആദ്യം ചെയ്തതുപോലെയും ചെയ്യാം കേട്ടോ.
2 ലൂപ്പിൽ കൂടെയും ആദ്യം സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് നെക്സ്റ്റ് സിംഗിൾ ക്രോഷ്യ ബാക്ക് ലൂപ്പിൽ മാത്രമായിട്ടും ചെയ്യാം. ഈ 2 മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്. ഈ ഹോൾ റൗണ്ട് സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് ആണ്. ബാക്ക് ലൂപ്പിൽ ഒരു സിംഗിൾ ക്രോഷ്യ, ഫ്രണ്ട് ലൂപ്പിൽ ഒരു സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് ബാക്ക് ലൂപ്പിൽ ഫ്രണ്ട് ലൂപ്പ്. ഇതാണ് സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്. സെയിം സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നതിനെയാണ് സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. 1 2. നെക്സ്റ്റ് ലാസ്റ്റ് സ്റ്റിച്ചിൽ എത്തിയിട്ടുണ്ട്. ബാക്ക് ലൂപ്പിൽ ഒരു സിംഗിൾ ക്രോഷ്യ, ഫ്രണ്ട് ലൂപ്പിൽ ഒരു സിംഗിൾ ക്രോഷ്യ. ഓക്കെ, ഇനി സെക്കൻഡ് റൗണ്ടിനെ ക്ലോസ് ചെയ്യുന്നില്ല, തേർഡ് റൗണ്ട് ചെയ്യാൻ പോവുകയാണ്. തേർഡ് റൗണ്ട് ചെയ്യുന്നതിന് മുന്നേ സ്റ്റിച്ച് മാർക്കറിനെ റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്തിട്ട് തേർഡ് സ്റ്റിച്ച് ചെയ്യാം. അതിന് മുന്നേ നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാം 12 സ്റ്റിച്ചസ് ഉണ്ടോ എന്ന്. 1 1 2 3 4 5 6 7 8 9 10 11 12 സിംഗിൾ ക്രോഷ്യ ഉണ്ട്. ഇനി തേർഡ് റൗണ്ട് ഇനി നമ്മൾ റൗണ്ടിനെ ഇങ്ങനെ വലുതാക്കി പോവാണ് കേട്ടോ. സെക്കൻഡ് റൗണ്ടിൽ ഓരോരോ സ്റ്റിച്ചസിൽ നമ്മൾ ഇൻക്രീസ് ചെയ്തിട്ട് പോയി. തേർഡ് റൗണ്ട് അങ്ങനെയല്ല. ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യയിൽ ഒരു സിംഗിൾ ക്രോഷ്യ, 1 സിംഗിൾ ക്രോഷ്യ ആണ്, ഇൻക്രീസ് ചെയ്യുന്നില്ല. 1 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് സ്റ്റിച്ച് മാർക്കർ എടുത്ത് മാർക്ക് ചെയ്യണം. നെക്സ്റ്റ് സിംഗിൾ ക്രോഷ്യയിൽ സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് ചെയ്യുവാണ്. ബാക്ക് ലൂപ്പിൽ ഒരു സിംഗിൾ ക്രോഷ്യ, ഫ്രണ്ട് ലൂപ്പിൽ ഒരു സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് സിംഗിൾ ക്രോഷ്യയിൽ 1 സിംഗിൾ ക്രോഷ്യ. ആദ്യം നമ്മൾ 1 സിംഗിൾ ക്രോഷ്യ ചെയ്തോടെ നെക്സ്റ്റ് സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്. ബാക്ക് ലൂപ്പിൽ ഒരു സ്റ്റിച്ച്, ഫ്രണ്ട് ലൂപ്പിൽ ഒരു സ്റ്റിച്ച്. നെക്സ്റ്റ് സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ, ഇൻക്രീസ് ചെയ്യുന്നില്ല, വെറും സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഇൻക്രീസ് ചെയ്യുന്നു. ബാക്ക് ലൂപ്പിൽ 1 സിംഗിൾ ക്രോഷ്യ, ഫ്രണ്ട് ലൂപ്പിൽ 1 സിംഗിൾ ക്രോഷ്യ. ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ റൗണ്ടും കുറച്ചുകൂടി വലുതാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. നെക്സ്റ്റിൽ 1 സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ. ബാക്ക് ലൂപ്പിൽ 1 സിംഗിൾ ക്രോഷ്യ, ഫ്രണ്ട് ലൂപ്പിൽ 1 സിംഗിൾ ക്രോഷ്യ. അപ്പോൾ 2 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്. ഇതുപോലെയാണ് തേർഡ് റൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യേണ്ടത്. നമുക്ക് തേർഡ് റൗണ്ട് ചെയ്തിട്ട് എൻഡിലെത്തുമ്പോൾ നമുക്ക് മീറ്റ് ചെയ്യാം. തേർഡ് റൗണ്ടിന്റെ ലാസ്റ്റ് സ്റ്റിച്ചിൽ എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് സ്റ്റിച്ചിൽ നമുക്ക് 2 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഇപ്പൊ കണ്ടോ, റൗണ്ട് കുറച്ചുകൂടി വലുതായി കണ്ടോ. തേർഡ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 18 സിംഗിൾ ക്രോഷ്യസ് ഉണ്ടായിരിക്കും. നമുക്ക് കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 ടോട്ടലായിട്ട് 18 സിംഗിൾ ക്രോഷ്യസ് ആണ് ഉള്ളത്. നെക്സ്റ്റ് ഫോർത്ത് റൗണ്ട് ചെയ്യുന്നതിന് മുമ്പ് സ്റ്റിച്ച് മാർക്കർ മാറ്റണം. ഫോർത്ത് റൗണ്ടിൽ ഫസ്റ്റ് 2 സ്റ്റിച്ചസിൽ സിംഗിൾ ക്രോഷ്യ ആണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് സ്റ്റിച്ച് 1, ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത ഉടനെ തന്നെ സ്റ്റിച്ച് മാർക്കർ വെച്ച് മാർക്ക് ചെയ്യണം. നെക്സ്റ്റ് സ്റ്റിച്ചിലും 1 സിംഗിൾ ക്രോഷ്യ ആണ്. 2 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് തേർഡ് സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്. സെയിം സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ ചെയ്യണം.
ബാക്ക് ലൂപ്പിൽ ഒരു സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് ഫ്രണ്ട് ലൂപ്പിൽ ഒരു സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് 2 സ്റ്റിച്ചസിൽ സിംഗിൾ ക്രോഷ്യ, 1 2 ഈ 2 സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷ്യ ആണ്. 1 2. നെക്സ്റ്റ് ബാക്ക് ലൂപ്പിലാണ് സിംഗിൾ ക്രോഷ്യ, ഫ്രണ്ട് ലൂപ്പിലാണ് സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് 2 സ്റ്റിച്ചസിൽ സിംഗിൾ ക്രോഷ്യ, ഇനി ബാക്ക് ലൂപ്പിലാണ് സിംഗിൾ ക്രോഷ്യ, ഫ്രണ്ട് ലൂപ്പിൽ 1 സിംഗിൾ ക്രോഷ്യ. അപ്പോൾ ഈ 4th റൗണ്ട് ഇങ്ങനെ വേണം കണ്ടിന്യൂ ചെയ്യാനായിട്ട്. 2 2 ഫസ്റ്റ് ഒരു സെറ്റ് 2 സിംഗിൾ ക്രോഷ്യ 1 2 2 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് 3rd സ്റ്റിച്ചിൽ സെയിം സ്റ്റിച്ചിൽ തന്നെ സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് ചെയ്യുന്നത്. ഇത് ഒരു സെറ്റാണ്. ഇത് 6 ടൈംസ് ചെയ്യണം. 2 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് 3rd സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്. ഇത് 6 ടൈംസ് ചെയ്യുമ്പോൾ റൗണ്ട് കംപ്ലീറ്റ് ആവും. സെയിം പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുക. കണ്ടിന്യൂ ചെയ്ത് നമുക്ക് എൻഡിലെത്തുമ്പോൾ കാണാം. 4th റൗണ്ടിൻ്റെ എൻഡിലെത്തിയിട്ടുണ്ട്. ലാസ്റ്റ് സെറ്റ് ഉണ്ട് 2 സിംഗിൾ ക്രോഷ്യ, 3rd സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്. ഇങ്ങനെ വേണം വരും. അപ്പോൾ ഫസ്റ്റ് 2 സ്റ്റിച്ചസിൽ സിംഗിൾ ക്രോഷ്യ ചെയ്യാം. One, 2. ലാസ്റ്റ് സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്. അപ്പോൾ 4th റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 4th റൗണ്ട് കംപ്ലീറ്റ് ആയപ്പോൾ കണ്ട് കുറച്ചുകൂടി വലിയ റൗണ്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇൻക്രീസ് ചെയ്യുന്നത് 4th റൗണ്ടിലൂടെ നിർത്തുവാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടി വലിയ ബോൾ വേണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് റൗണ്ട് കൂടി ചെയ്യാം. നെക്സ്റ്റ് റൗണ്ട് നമ്മൾ 4th റൗണ്ടിൽ 2 സിംഗിൾ ക്രോഷ്യ 3rd സ്റ്റിച്ചിലല്ലേ സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് ചെയ്തത്. നെക്സ്റ്റ് റൗണ്ടിൽ ചെയ്യേണ്ടത് 3 സിംഗിൾ ക്രോഷ്യ സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്, 3 സിംഗിൾ ക്രോഷ്യ സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്. ഇത് 6 ടൈംസ് ചെയ്യുമ്പോൾ ഇതൊരു സെറ്റാണ്. 3 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്. ഇതൊരു സെറ്റാണ്. ഈ സെറ്റ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് വലിയൊരു റൗണ്ടായിട്ട് മാറും. ഇങ്ങനെ വേണം നമ്മൾ ഇൻക്രീസ് ചെയ്ത് പോകാണ്ട്. അതിൻ്റെ അടുത്ത റൗണ്ട് ആകുമ്പോഴത്തേക്ക് 4 സിംഗിൾ ക്രോഷ്യ 5th സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്. ഇങ്ങനെ വേണം നമുക്ക് റൗണ്ട് വന്ന് വലുതാക്കിക്കൊണ്ട് പോകേണ്ടത്. ഞാനിവിടെ 4th റൗണ്ടോട് സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇപ്പോഴും നമുക്ക് ടോട്ടലായിട്ട് 24 സിംഗിൾ ക്രോഷ്യസ് ഉണ്ടായിരിക്കും. കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 സിംഗിൾ ക്രോഷ്യസ് ഉണ്ടായിരിക്കും. ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുവാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടി വലിയ ബോൾ വേണം, റൗണ്ട് കുറച്ചുകൂടി വലുതാക്കണം എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് റൗണ്ട് പോകാം. ഇല്ലെങ്കിൽ ഇവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യാം. നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് 5th റൗണ്ടാണ്. 4th റൗണ്ടോടെ ഇൻക്രീസിങ് നിർത്തി. നെക്സ്റ്റ് നമ്മൾ ഇൻക്രീസ് ഒന്നും ചെയ്യുന്നില്ല. ഓരോരോ സ്റ്റിച്ചസിലും സിംഗിൾ ക്രോഷ്യ മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 24 സിംഗിൾ ക്രോഷ്യ വേണം ചെയ്യാനായിട്ട്. ഇൻക്രീസിങ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നതാണ് സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്. ഇത് ആമിഗുരുമി ചെയ്യുമ്പോൾ നമുക്ക് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു സ്റ്റിച്ചാണ് സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്. പിന്നെ ഓരോരോ സ്റ്റിച്ചിലും 1 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഫസ്റ്റ് സ്റ്റിച്ചിൽ സ്റ്റിച്ച് ഇട്ട ഉടനെ തന്നെ സ്റ്റിച്ച് മാർക്കർ എടുത്ത് മാർക്ക് ചെയ്ത് വെക്കണം.
സിംഗിൾ ക്രോഷ്യ ഓരോരോ സ്റ്റിച്ചിലും ഓരോരോ സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് നമുക്ക് എൻഡ് എത്തുമ്പോൾ കാണാം. 5th റൗണ്ടിന്റെ എൻഡിൽ എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് സ്റ്റിച്ചിലും കൂടി സ്റ്റിച്ച് ഇടാം. ഇനി 6th റൗണ്ട് നമ്മൾ സെയിം പാറ്റേൺ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഓരോരോ സ്റ്റിച്ചിലും 1 സിംഗിൾ ക്രോഷ്യ. 6th 7th 8th റൗണ്ട്. ഇനി 3 റൗണ്ടും നമ്മൾ സെയിം പാറ്റേൺ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഓരോരോ സ്റ്റിച്ചിലും 1 സിംഗിൾ ക്രോഷ്യ. 5 to 8 റൗണ്ട്. റൗണ്ട് 4 വരെ ഇൻക്രീസ് ചെയ്യുന്നുള്ളൂ. അടുത്ത് 5 to 8 റൗണ്ട് നമ്മൾ സിംഗിൾ ക്രോഷ്യ മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ സെയിം പാറ്റേൺ കണ്ടിന്യൂ ചെയ്തിട്ട് നമുക്ക് 8th റൗണ്ടിൻ്റെ എൻഡിലെത്തുമ്പോൾ കാണാം. ഇനി ഒരു 2 more റോസ് ചെയ്തിട്ട് നമുക്ക് കാണാം കേട്ടോ. 8th റൗണ്ടിൻ്റെ എൻഡിലെത്തുമ്പോൾ കാണാം. 8th റൗണ്ടിൻ്റെ എൻഡിലെത്തിയിട്ടുണ്ട്. ലാസ്റ്റ് സ്റ്റിച്ചിലും കൂടി നമുക്കൊരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 8th റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് 9th റൗണ്ട് തൊട്ട് നമ്മൾ ഡിഗ്രീസ് ആണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഇൻക്രീസ് ചെയ്ത് റൗണ്ട് നമ്മൾ വലുതാക്കി. ഇനി നമുക്ക് റൗണ്ടിനെ ചെറുതാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിഗ്രീസ് ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ 8th റൗണ്ടിൽ 24 സിംഗിൾ ക്രോഷ്യേഴ്സ് ഉണ്ട്. ആ 24 സിംഗിൾ ക്രോഷ്യേഴ്സിനെ നമുക്ക് 18 സിംഗിൾ ക്രോഷ്യ ആയിട്ട് മാറ്റാം. 18 സിംഗിൾ ക്രോഷ്യ ആയിട്ട് കുറയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിഗ്രീസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് 2 സ്റ്റിച്ചസിൽ സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് നെക്സ്റ്റ് നമ്മൾ നേരത്തെ ഒരു സ്റ്റിച്ചിൽ തന്നെ 2 സ്റ്റിച്ച് ആക്കിയില്ലേ. അപ്പോൾ ആ 2 സ്റ്റിച്ചിനെ നമ്മൾ ഇനി ഒറ്റ സ്റ്റിച്ചാക്കി മാറ്റണം. അതാണ് ഡിഗ്രീസ്. അപ്പോൾ ആദ്യത്തെ 2 സ്റ്റിച്ചിൽ നമ്മൾ സിംഗിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത്. സിംഗിൾ ക്രോഷ്യ ചെയ്തതും സ്റ്റിച്ച് മാർക്കർ എടുത്ത് മാർക്ക് ചെയ്ത് വെക്കണം. ഇത് 9th റൗണ്ടിൻ്റെ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് സിംഗിൾ ക്രോഷ്യയിലും സിംഗിൾ ക്രോഷ്യ ചെയ്യണം. ഇനി ഈ 2 സ്റ്റിച്ചസിനെ ഈ 2 സ്റ്റിച്ചസിനെ നമ്മൾ ഒറ്റ സ്റ്റിച്ചാക്കി മാറ്റുന്നു. ഈ 2 സ്റ്റിച്ചിനെ ഒറ്റ സ്റ്റിച്ചാക്കി മാറ്റുന്നു. നേരത്തെ നമ്മൾ ഇൻക്രീസ് ചെയ്തതിനെ ഇപ്പോൾ ഡിഗ്രീസ് ചെയ്യുവാണ്. അതിനെ ഈ 2 ലൂപ്പിൽ വേണമെങ്കിലും നമുക്ക് ഇൻസേർട്ട് ചെയ്ത് ഇങ്ങനെ 2 ലൂപ്പിലുള്ളിൽ കൂടി ഇൻസേർട്ട് ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ഡിഗ്രീസ് ചെയ്യാം. പക്ഷെ ഇങ്ങനെ വലിയ ഒരു ഹോള് വീഴും കേട്ടോ. വലിയ ഹോളായിരിക്കും. അപ്പോൾ ഒരു ഫിനിഷിങ് ലുക്ക് വരില്ല. അപ്പം അതുകൊണ്ട് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ബിഗിനേഴ്സാണ്, ഈ മെത്തേഡ് മാത്രമേ ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ 2 ലൂപ്പിനുള്ളിൽ കൂടിയും ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാണ് വലിച്ചെടുക്കണം. ഹുക്കിൽ ആ യാണിനെ ഹോൾഡ് ചെയ്ത് വെക്കണം. ക്ലോസ് ചെയ്യാതെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാണ് വലിച്ചെടുത്ത് ഹോൾഡ് ചെയ്യണം. 1 2 3 ഇപ്പോൾ 3 ലൂപ്പ് ഉണ്ടായിരിക്കും. ഇങ്ങനെ വലിച്ച് 3 ലൂപ്പിനുള്ളിൽ കൂടി യാണിനെ വലിച്ച് പുറത്തെടുത്ത് ഡിഗ്രീസ് ചെയ്യുക. 2 സ്റ്റിച്ചിനെ 1 ഡിഗ്രീസ് ചെയ്തു. ഓക്കെ, 1 സ്റ്റിച്ചാക്കി മാറ്റി. ഇങ്ങനെ ചെയ്യാം. ഇപ്പോൾ ബിഗിനേഴ്സാണ്, ഞാൻ അടുത്ത് പറഞ്ഞു തരാൻ പോകുന്ന മെത്തേഡ് ബുദ്ധിമുട്ടാണെങ്കിൽ ഇത് ചെയ്യാം കേട്ടോ. ഇല്ലെങ്കിൽ ഇതിന് വന്ന് കുറച്ച് ഫിനിഷിങ് ലുക്ക് വരില്ല. അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഈ മെത്തേഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഈ മെത്തേഡ് ചെയ്തോളൂ. എന്താണ്, ഫസ്റ്റ് നമ്മുടെ ഫ്രണ്ട് ലൂപ്പ് ഉണ്ടല്ലോ, നമ്മളെ ഫേസ് ചെയ്തിരിക്കുന്ന ലൂപ്പ്, ഈ ഫ്രണ്ട് ലൂപ്പിൽ മാത്രമാണ് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് യാണ് വലിക്കാൻ പോകുന്നത്. നോക്കിക്കോളൂ എങ്ങനെയാണെന്ന്. ഫസ്റ്റ് ഫ്രണ്ട് ലൂപ്പിൽ മാത്രം ഹുക്കിനെ ഇൻസേർട്ട് ചെയ്തിട്ട് യാണിനെ വലിക്കണ്ട, അങ്ങനെ തന്നെ ഹോൾഡ് ചെയ്തിട്ട് വീണ്ടും നെക്സ്റ്റ് സ്റ്റിച്ചിലിൻ്റെ ഫ്രണ്ട് ലൂപ്പിൽ ഇൻസേർട്ട് ചെയ്ത് ഇനി ഈ 2 ലൂപ്പിനുള്ളിൽ കൂടിയും യാണിനെ വലിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഹുക്കിൽ 2 ലൂപ്പേ ഉള്ളൂ, 1 2 ലൂപ്പേ ഉള്ളൂ. ഇനി ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യണം. ഇത്
മറ്റേ സ്റ്റിച്ചിനെ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ കാണാം ആ ഡിഗ്രീസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടി പെർഫെക്ഷൻ ആയിരിക്കും. ഈ മെത്തേഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് തന്ന മെത്തേഡ് ചെയ്തോളൂ കേട്ടോ. ഇനി നെക്സ്റ്റ് 2 സ്റ്റിച്ചസിലും സിംഗിൾ ക്രോഷേ, നെക്സ്റ്റ് 2 സ്റ്റിച്ചസിൽ സിംഗിൾ ക്രോഷേ, 1 2. നെക്സ്റ്റ് ചെയ്യേണ്ടത് ഡിഗ്രീസിങ് ആണ്. 1 ഡിഗ്രീസിങ് ആണ്. 1 2 ഈ 2 സ്റ്റിച്ചസിനെ ഒറ്റ സ്റ്റിച്ചാക്കി മാറ്റണം. ഫസ്റ്റ് ഫ്രണ്ട് ലൂപ്പിൽ മാത്രം ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്തിട്ട് വീണ്ടും നെക്സ്റ്റ് സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് ഈ 2 ലൂപ്പിനുള്ളിൽ കൂടിയും വലിച്ചെടുത്ത് ഒരു സ്റ്റിച്ച്. മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനെക്കാട്ടിലും ഫസ്റ്റ് പറഞ്ഞ മെത്തേഡാണ് ഈസി എങ്കിൽ ആ മെത്തേഡ് തന്നെ ചെയ്തോളൂ. പിന്നെ പ്രാക്ടീസ് ചെയ്ത് ഈ മെത്തേഡ് ചെയ്താലും മതി കേട്ടോ. നെക്സ്റ്റ് 2 സ്റ്റിച്ചസിൽ സിംഗിൾ ക്രോഷേ, നെക്സ്റ്റ് ഡിഗ്രീസിങ്. ഇതൊരു സെറ്റാണ്. 6 ടൈംസ് ചെയ്യണം. 2 സിംഗിൾ ക്രോഷേ ഡിഗ്രി, നെക്സ്റ്റ് സിംഗിൾ ക്രോഷേ ഡിഗ്രീസ്, നെക്സ്റ്റ് 2 സിംഗിൾ ക്രോഷേ, സിംഗിൾ ക്രോഷേ ഡിഗ്രീസ്, നെക്സ്റ്റ് 2 സിംഗിൾ ക്രോഷേ. 6 ടൈംസ് വേണം ചെയ്യാനായിട്ട്. 9th റൗണ്ടിൽ ഡിഗ്രീസിങ് റൗണ്ടാണ്. ഇനി ലാസ്റ്റ് ഡിഗ്രീസിങ് ആണ്. 9th റൗണ്ടിന്റെ ലാസ്റ്റ് ഡിഗ്രീസിങ്. 1 2. നെക്സ്റ്റ് ലാസ്റ്റ് ഡിഗ്രീസിങ്. ഫ്രണ്ട് ലൂപ്പിൽ മാത്രം എടുത്ത് ചെയ്താൽ ഡിഗ്രീസിങ്. അപ്പം 9th റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ റൗണ്ട് കുറച്ചൊന്ന് ചെറുതായിട്ടുണ്ടോ. ഇപ്പോൾ വേണമെങ്കിൽ കുറച്ച് ഫില്ല് ചെയ്യാം. കുറച്ച് ഫൈബർ എടുത്തിട്ട് നമുക്ക് ഫില്ല് ചെയ്യാം. നെക്സ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ഫില്ല് ചെയ്യാം. നെക്സ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ഫില്ല് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. കാരണം കുറച്ചുകൂടി റൗണ്ട് ക്ലോസ് ആകും തോന്നുന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ തന്നെ കുറച്ചൊരു ഫില്ലിങ് ചെയ്ത് ഒരു ഷേപ്പ് ചെയ്ത് ബോളിൻ്റെ ഒരു ഷേപ്പിൽ ആക്കി വയ്ക്കാം. 9th റൗണ്ടിൽ 18 സിംഗിൾ ക്രോഷേസ് ആണ് ഉണ്ടാവുക. കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18. ഇനി 10th റൗണ്ട് ചെയ്യാനായിട്ട് സ്റ്റിച്ച് മാർക്കർ മാറ്റിയിട്ട് ഫസ്റ്റ് സിംഗിൾ ക്രോഷേയിൽ സിംഗിൾ ക്രോഷേ, ഫസ്റ്റ് സിംഗിൾ ക്രോഷേയിൽ സിംഗിൾ ക്രോഷേ, മാർക്കർ എടുത്ത് മാർക്ക് ചെയ്യാം. നെക്സ്റ്റ് ഡിഗ്രീസ് ആണ്. ഈ 2 സ്റ്റിച്ചസിനെയും ഒറ്റ സ്റ്റിച്ച് ആക്കണം. ഈ 2 സ്റ്റിച്ചസിന് 1 2 ഈ 2 സ്റ്റിച്ചസിനെ ഒറ്റ സ്റ്റിച്ച് ആക്കണം. ഡിഗ്രീസിങ് ആണ്. ലൂപ്പിൽ മാത്രം ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അങ്ങനെ ഹോൾഡ് ചെയ്യണം. വീണ്ടും ഹുക്ക് ഇൻസേർട്ട് ചെയ്യണം. ഇങ്ങനെ ഹോൾഡ് ചെയ്യണം. ഞാനിങ്ങനെ വലിച്ചിനുള്ളിൽ കൂടി എടുക്കാൻ പാടില്ല. ഹോൾഡ് ചെയ്തിട്ട് വീണ്ടും നെക്സ്റ്റ് ഫ്രണ്ട് ലൂപ്പിൽ കൂടി ഇട്ടിട്ട് എന്നിട്ടാണ് 2 ലൂപ്പിനുള്ളിൽ കൂടിയും യാണിനെ വലിച്ചെടുത്തിട്ട് സിംഗിൾ ക്രോഷേ ചെയ്യേണ്ടത്. നെക്സ്റ്റ് സിംഗിൾ ക്രോഷേയിൽ സിംഗിൾ ക്രോഷേ, നെക്സ്റ്റ് സിംഗിൾ ക്രോഷേയിൽ സിംഗിൾ ക്രോഷേ, നെക്സ്റ്റ് സിംഗിൾ ക്രോഷേ, നെക്സ്റ്റ് ഡിഗ്രീസ് ചെയ്യണം. ഫ്രണ്ട് ലൂപ്പിൽ മാത്രം എടുത്ത് ഡിഗ്രീസ് ചെയ്യണം. നെക്സ്റ്റ് സിംഗിൾ ക്രോഷേ, നെക്സ്റ്റ് ഡിഗ്രീസ് ചെയ്യണം. അപ്പോൾ 10th റൗണ്ട് ഈ സെയിം പാറ്റേൺ വേണം കണ്ടിന്യൂ ചെയ്യേണ്ടത്.
ഈ സെയിം പാറ്റേൺ കണ്ടിന്യൂ ചെയ്തിട്ട് 10th റൗണ്ടിന്റെ എൻഡിലെത്തുമ്പോൾ കാണാം. 10th റൗണ്ടിന്റെ ലാസ്റ്റിൽ എത്തിയിട്ടുണ്ട്. ഇനി ലാസ്റ്റിലെ സെറ്റാണ് ചെയ്യാൻ പോകേണ്ടത്. 1 സിംഗിൾ ക്രൂഷ്യ ഡിഗ്രീസ്. ഫസ്റ്റ് സ്റ്റിച്ചിൽ സിംഗിൾ ക്രൂഷ്യ, നെക്സ്റ്റ് ഡിഗ്രീസ്. ടെൻത്ത് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടലായിട്ട് 12 സ്റ്റിച്ചസ് ആണ് ഉണ്ടാവുക. കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 12. ടോട്ടലായിട്ട് 12 സ്റ്റിച്ചസ്. റൗണ്ട് ഒന്ന് ചെറുതായി വന്നിട്ടുണ്ടോ. ഇനി നമുക്ക് ഫില്ല് ചെയ്യാം. നമുക്ക് എത്രത്തോളം ഫില്ല് ചെയ്യാൻ പറ്റും അത്രത്തോളം ഫില്ല് ചെയ്യണം. ഷേപ്പ് ചെയ്ത് വേണം ഫില്ല് ചെയ്യാനായിട്ട്. കുറച്ചായിട്ട് ഫൈബർ എടുക്കുക. കുറച്ചായിട്ട് ഫൈബർ എടുത്തിട്ട് ഉള്ളിൽ ഫില്ല് ചെയ്താൽ മതി. ഫില്ല് ചെയ്താൽ മാത്രം പോരാ, ഷേപ്പും കൂടി നമ്മൾ ചെയ്യണം. അതിനനുസരിച്ച് ഈ ബോളിൻ്റെ ഷേപ്പിനനുസരിച്ച് ഷേപ്പ് ചെയ്യണം. ഫില്ലിങ് കറക്റ്റായിട്ട് ആയിട്ടില്ലെങ്കിൽ ആ പ്ലേസ് നോക്കി നമുക്ക് വീണ്ടും നമ്മൾ ഫൈബർ ഇൻസേർട്ട് ചെയ്ത് ഫില്ല് ചെയ്യണം കേട്ടോ. ഒരു സൈഡ് മാത്രം കൂടാനും പാടില്ല, ഒരു സൈഡ് കുറയാനും പാടില്ല. എല്ലാ പ്ലേസിലും സമമായിട്ടിരിക്കണം. കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്ത് ഫില്ല് ചെയ്താൽ മതി. വീണ്ടും കുറച്ചെടുക്കാം. നല്ല ടൈറ്റായിട്ടും ഫില്ല് ചെയ്യാൻ പാടില്ല, ലൂസായിട്ടും ഫില്ല് ചെയ്യാൻ പാടില്ല. ആ ഒരു ഇടതരത്തിലൊന്ന് ഫില്ല് ചെയ്താൽ മതി കേട്ടോ. ഏകദേശം ഫില്ലായിട്ടുണ്ട്. ബോളിൻ്റെ ഷേപ്പിൽ തന്നെ ഷേപ്പ് ചെയ്തെടുക്കാം കണ്ടോ. ഇനി 11th റൗണ്ടിൽ ഡിഗ്രീസ് മാത്രമാണ് ചെയ്യാൻ പോകുന്നത്. 12 സ്റ്റിച്ചസിന് 6 സ്റ്റിച്ചസ് ആക്കി എടുക്കണം. ഡിഗ്രീസിങ് മാത്രമാണ് ചെയ്യാൻ പോകുന്നത്. മാക്സിമം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിനി ലാസ്റ്റ് ഉള്ളത് പിന്നെ നോക്കാം, കംപ്ലീറ്റ് ചെയ്തിട്ട് നോക്കാം. നെക്സ്റ്റ് 11th റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് നോക്കാം. ഡിഗ്രീസിങ് മാത്രമാണ് ചെയ്യുന്നത്. ഫ്രണ്ട് ലൂപ്പിൽ മാത്രം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 2 ലൂപ്പിലും കൂടി ചേർത്ത് ഡിഗ്രീസ് ചെയ്തോളൂ, കുഴപ്പമില്ല. ഞാൻ ഫ്രണ്ട് ലൂപ്പ് മാത്രം യൂസ് ചെയ്താണ് ഡിഗ്രീസ് ചെയ്യുന്നത്. ഫസ്റ്റ് 6 ടൈംസ് വേണം ഇങ്ങനെ ഡിഗ്രീസ് ചെയ്യാനായിട്ട്. ഇതൊരു സെറ്റ് 2 സ്റ്റിച്ചസിനെയും ഒറ്റ സ്റ്റിച്ചാക്കി മാറ്റണം. സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്ത് മാർക്ക് ചെയ്യും. നെക്സ്റ്റ് കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നതാണ്. നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ആവുമ്പോൾ ആ ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. ആദ്യം ചെയ്യുന്ന സമയത്ത് കുറച്ച് വലിയ സ്റ്റിച്ചസ് ഒക്കെ ആയിരിക്കും വരുന്നത്. അത് കുഴപ്പമില്ല, പിന്നെ അത് ശരിയായിക്കോളും. ചെയ്ത് വരുമ്പോൾ ശരിയായിക്കോളും. 3 നെക്സ്റ്റ് ഡിഗ്രീസ് ചെയ്യാം. 4 5 ലാസ്റ്റ് സ്റ്റിച്ച് നമുക്ക് ഡിഗ്രീസ് ചെയ്യാം. 6 അപ്പം 12 സിംഗിൾ ക്രൂഷ്യനെ നമ്മളിപ്പോൾ 6 സിംഗിൾ ക്രൂഷ്യ ആക്കി മാറ്റിയിട്ടുണ്ട്. 6 ടൈംസ് ഡിഗ്രീസ് ചെയ്തിട്ടുണ്ട്. ബോൾ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഫില്ലിംഗ് കൂടി ഉണ്ട്, നമുക്ക് കുറച്ച് ഫില്ലിംഗ് കൂടി ചെയ്യാം. കുറച്ച് ഫൈബർ എടുത്താൽ മതി, ഒരുപാട് വേണ്ട. കുറച്ച് ഫൈബർ എടുത്തിട്ട് ഇതുപോലെ ഒരു പ്ലക്കർ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിരിക്കും. ഈ ഫൈബറിനെ ഇങ്ങനെ ഉള്ളിലോട്ട്, ഈ ഹോളിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി.
പ്ലഗ്ഗർ വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി, പൊയ്ക്കോളും. ഇല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് തന്നെ ചെയ്യാം, പക്ഷേ കൈ കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പ്ലഗ്ഗർ ഇല്ലാന്നുണ്ടെങ്കിൽ സിസർ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. സ്റ്റിച്ച് മാർക്കർ നമുക്ക് റിമൂവ് ചെയ്യാം. കുറച്ച് യാണ് ഇവിടെ കുറച്ച് നീളത്തിൽ എടുത്ത് വെക്കുക, അല്ലെങ്കിൽ അത് ഇളകി പോരും. ബോള് റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് നീളത്തിൽ യാണ് വിട്ടിട്ടൊന്ന് കട്ട് ചെയ്യണം. കുറച്ച് നീളത്തിൽ യാണ് വിട്ട് കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് ഈ യാണിനെ പുറത്തെടുക്കാം. ഇനി യാൺ നീഡിലെടുക്കാം. യാൺ നീഡിലെടുത്തിട്ട് യാണിനെ കോർക്കണം. യാണിനെ കോർത്തിട്ട് ഈ ഓരോരോ സ്റ്റിച്ചിനുള്ളിൽ കൂടിയാണ് യാൺ നീഡിലിട്ട് ഈ റൗണ്ടിനെ നമുക്ക് ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യം ലാസ്റ്റ് സ്റ്റിച്ചല്ലേ, പുറത്തുനിന്ന് ഉള്ളിലോട്ട് ഫസ്റ്റ് ഫ്രണ്ട് ലൂപ്പിൽ മാത്രമായിട്ട് എടുത്താൽ മതി. ഫ്രണ്ട് ലൂപ്പിൽ മാത്രമായിട്ട് ഇങ്ങനെ എടുക്കണം. അപ്പം റൗണ്ട് ഏകദേശം ക്ലോസ് ആയി, കണ്ടോ, റൗണ്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട് ലൂപ്പിൽ മാത്രം അകത്തുനിന്ന് പുറത്തോട്ട് ഇങ്ങനെ. നെക്സ്റ്റ് ഫ്രണ്ട് ലൂപ്പിൽ മാത്രം തന്നെയാണ് സ്റ്റിച്ച് ഇടുന്നത്, പുറത്തുനിന്ന് അകത്തോട്ട്. നെക്സ്റ്റ് ഫ്രണ്ട് ലൂപ്പിൽ അകത്തുനിന്ന് പുറത്തോട്ട്. നെക്സ്റ്റ് പുറത്തുനിന്ന് അകത്തോട്ട്. ലാസ്റ്റ് വന്ന് അകത്തുനിന്ന് പുറത്തോട്ട്. ലാസ്റ്റ് സ്റ്റിച്ച് ഇട്ടിട്ട് നമ്മുടെ ഈ തമ്പ് കൊണ്ട് ഈ ഹോളിനെ ഇങ്ങനെ അമർത്തി പിടിക്കുക. എന്നിട്ട് ഈ യാണിനെ നല്ലോണം വലിക്കണം. വലിച്ച് ക്ലോസ് ചെയ്യണം. കണ്ടോ, ക്ലോസ് ചെയ്യണം. അതായത് നീറ്റായിട്ട് ക്ലോസ് ആയി വന്ന് കണ്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഹോളൊന്നും ഇല്ലാതെ നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ നമുക്ക് ക്ലോസ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി സെന്ററിലോട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് താഴോട്ട് കുത്തി വലിച്ചെടുത്താൽ മതി. കണ്ടോ, ക്ലോസ് ആയിട്ടുണ്ടോ, നല്ല നീറ്റായിട്ട് ക്ലോസ് ആയിട്ടുണ്ട്. ഹോളൊന്നും ഇല്ലാതെ നീറ്റായിട്ട് ക്ലോസ് ആയിട്ടുണ്ട്. ഇനി യാണിനെ 2-3 പ്രാവശ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടൊന്ന് വലിച്ച് വിട്ടാൽ മതി. സെക്യൂർ ആയിരുന്നോടെ, ഇളകിയൊന്നും പോരില്ല കേട്ടോ. യാണിനെ കട്ട് ചെയ്യാം. ബാലൻസ് യാണിനെ കട്ട് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ യാണ് കുറച്ച് പൊന്തി കാണുന്നുണ്ടെങ്കിൽ ഉള്ളിലോട്ട് കുത്തി വെച്ചാൽ മതി, അത് പൊയ്ക്കോളും. അപ്പോൾ ബോൾ റെഡി ആയിട്ടുണ്ട്. ഇത് 3mm സൈസ് ഹുക്കിൽ ചെയ്ത ബോളാണ്. കുറച്ച് വലിയ ബോളാണ് കണ്ടോ. ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടി വലിയ ബോളാണ്, ഇത് കുറച്ച് ചെറിയ ബോളാണ്. റൈറ്റ് സൈഡിലുള്ള 2 ബോൾ ചെറിയ ബോൾ, ലെഫ്റ്റ് സൈഡിലുള്ളത് കുറച്ച് വലിയ ബോൾ. 2mm 2.5. ബോൾ ചെയ്യാനായിട്ട് എല്ലാവർക്കും മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. ബോൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്ത സ്റ്റിച്ച് സിംഗിൾ ക്രൂഷ്യ ആണ്. പിന്നെ സിംഗിൾ ക്രൂഷ്യ ഇൻക്രീസും സിംഗിൾ ക്രൂഷ്യ ഡിക്രീസും കൂടി ചെയ്തിട്ടുണ്ട്. ഈ ബോൾ ചെയ്യാൻ പഠിച്ചാലേ നമുക്ക് ആമഗുരുമി വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. ഈ ബോൾസിനെ എങ്ങനെ ഹാങ് ചെയ്യാമെന്നാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഹാങ് ചെയ്യാനായിട്ട് സെയിം കളർ യാൺ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കളർ യാൺ എടുക്കുക. ഞാനിവിടെ സെയിം കളർ യാൺ എടുത്തിട്ടുണ്ട്. സെയിം കളർ യാൺ എടുത്തിട്ട് യാൺ നീഡിൽ യാണിനെ കോർക്കണം. നമുക്ക് എത്ര ഹൈറ്റ് വേണോ അതിനനുസരിച്ച് യാണ് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഡബിൾ ആയിട്ടാണ് യാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ചെറിയ ബോളിൽ നിന്ന് തുടങ്ങാം. ചെറിയ ബോളിൽ നിന്ന് വലുതിലോട്ട് പോകാം. ആദ്യം സ്മോൾ ബോൾ എടുത്തിട്ട് നമുക്ക് ഹുക്ക് സെൻറ്ററിൽ
ഇങ്ങനെ കോർത്ത് വലിച്ചെടുക്കാം. നമ്മൾ ഫ്രണ്ടിൽ മുകളിലോട്ട് പൊക്കിയെടുക്കാനാണ്. ബാക്ക് സൈഡിൽ ഒരു നോട്ട് ഇടാം. വേണമെങ്കിൽ ഒരു നോട്ട് കൂടി ഇടാം. കുറച്ച് വലുതായിട്ടിരിക്കുമ്പോൾ ഊരിപ്പോയി. നമുക്ക് രണ്ടാമത് ഈ യാണിനെ നമുക്ക് സെക്യൂർ ചെയ്യാം. ഇപ്പോഴത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. നെക്സ്റ്റ് ബോൾ എടുത്തിട്ട് വീണ്ടും ഇതുപോലെ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ടോ ഏതെങ്കിലും ഒരു സൈഡിൽ കൂടെ നടുക്കായിട്ട് കുത്തണം. കുത്തി ഇങ്ങനെ വലിച്ചെടുക്കണം. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എവിടെയാണോ ഹാങ് ചെയ്യേണ്ടത് അവിടെ നമുക്ക് ഹാങ് ചെയ്യാം. ബാലൻസ് ചെയ്യാണിനെ കട്ട് ചെയ്ത് കളയാം. ഇനി ഇവിടെ ആദ്യം നമ്മളിവിടെ നോട്ട് ഇട്ടിട്ട് ബാലൻസ് ചെയ്യാൻ വിട്ടില്ലേ, അതിനെ നമുക്കിനി സെക്യൂർ ചെയ്യണം. യാണീഡിലെടുത്ത് കോർത്തിട്ട് ബാക്കിലോട്ട് അതിന് സെയിം സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടി ഏതെങ്കിലും ഒരു സൈഡിൽ വലിച്ചെടുത്താൽ മതി. ഇളകിയൊന്നും സെക്യൂർ ആയിരുന്നു. ബോളിൻ്റെ ബാക്കിൽ ടസിൽ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിലും ടസിൽ ചെയ്തിട്ട് അറ്റാച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഈ ബാലൻസ് യാണിനെ കട്ട് ചെയ്തിട്ട് യാൺ നീഡിൽ യൂസ് ചെയ്ത് തന്നെ ഈ യാണിന് ബാലൻസ് ഇരിക്കുന്ന ഈ യാണിനെ ഉള്ളിലോട്ട് കൊടുത്താൽ മതി. അത് സെക്യൂർ ആയിരുന്നു. ഓക്കെ, ഞാനിവിടെ 5 ബോൾസാണ് ചെയ്തിട്ടുള്ളത്. നിറയെ ബോൾസ് ചെയ്തിട്ട് 4-5 ഹാങ്ങിങ് ഒക്കെ നമുക്ക് ചെയ്ത് ഹാങ് ചെയ്തിടാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഹാങ്ങിങ് കംപ്ലീറ്റ് ആയി. ബോൾ ഹാങ്ങിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഹാങ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. എന്താണ് നോക്കിയത്, ഇതുപോലത്തെ ബോൾ ഹാങ്ങിങ് എങ്ങനെയാ ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയത്. ആദ്യം ബോൾസ് ചെയ്തിട്ട് യാണിൽ എങ്ങനെയാണ് കോർക്കുന്നത് ഇതെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കി. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ആംബിഗ്യൂറ്റി ചെയ്യാനായിട്ടുള്ള ഒരു ബേസിക് ഐഡിയ കിട്ടിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യം ബോൾ ചെയ്ത് പഠിച്ചിട്ട് ചെറിയ ചെറിയ പ്രോജക്ട്സ് ചെയ്ത് നോക്കിയാൽ മതിയാവും കേട്ടോ. ചെയ്ത് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറച്ച് ഐഡിയാസ് കിട്ടും. എങ്ങനെയാണ് ഇത് ഷേപ്പ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കറക്റ്റായിട്ട് ഫൈബർ ഫില്ല് ചെയ്യേണ്ടത്, ഇതിൻ്റെയൊക്കെ ഐഡിയ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലായിക്കോളും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും കൃഷി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.